إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാധാനീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സർവ സന്ദർഭങ്ങളിലും പാലിച്ച് അല്ലാഹുവിന്റെ ഇഷ്ടം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മാസമെന്ന് അറിയപ്പെടുന്ന ഷഹ്റുല്ലാഹി മുഹറമിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിൽ വിശുദ്ധ റമദാനിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ള താസുവ, ആശുറ നോമ്പിന്റെ പരിസരത്തും അതിന്റെ ചൈതന്യത്തിലുമാണ്. പവിത്രമാക്കപ്പെട്ട ഈ മാസം, മുഹറം മാസം, നിരവധി ചരിത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ മാസമാണ്. അതിന്റെ ഒരു കാലികമായ ചിന്തയും വായനയും വിശ്വാസികൾ പുതിയ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മുഹറം ചേർത്ത് വെച്ച് ആരംഭിക്കുന്ന സമയത്ത് നേടിയെടുക്കേണ്ട ചില പാഠഭാഗങ്ങളും പാഠഭേദങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ സർവ്വസന്ദർഭങ്ങളിലും സ്ഥലകാല സന്ദർഭ സാഹചര്യ വ്യത്യാസമില്ലാതെ ആത്മീയതയുടെ അസ്തിത്വവും ദീനിന്റെ നിഷ്കർഷയും നിലനിർത്തി മുന്നോട്ട് പോകുന്ന മുവഹ്ഹിദുകളും മുതവക്കിലീങ്ങളും മുത്തഖീകളുമാകുന്ന മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഹറം മാസത്തിൽ ആശുറ നോമ്പാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നോൽക്കുകയും വിശ്വാസി സമൂഹത്തോട് നോൽക്കാൻ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ആശുറ നോമ്പ് മുഹറം 10-ലാണ്. പിന്നീടാണ് മുഹറം 9-ന് നിങ്ങൾ താസുആ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ രണ്ട് നോമ്പും പ്രബലമായ സുന്നത്ത് തന്നെയാണ്. അപ്പൊ അതിൽ പിന്നീട് പ്രവാചകൻ നിങ്ങൾ മുഹറം 9-ന് താസുആ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന
എന്നാൽ ആദർശ വിഷയത്തിലും തൗഹീദിലും വീഴ്ച വരുത്തിയിട്ടുള്ള ജൂത സമൂഹം അവർ മുഹറം 10-ന് വിമോചകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പടച്ച ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷഭാഗമായി കൊണ്ട് അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളാണ് നോമ്പനുഷ്ഠിക്കേണ്ടത് മാത്രവുമല്ല, ആ സമൂഹത്തിൽ നിന്ന് ഇനി നമ്മൾ വ്യത്യസ്തരായി തീരണം. അതുകൊണ്ട് നിങ്ങൾ മുഹറം 9-ന് നോമ്പനുഷ്ഠിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം നൽകുകയാണ്. അപ്പൊ ഈ മുഹറം മാസത്തിലെ ആശൂറ നോമ്പ് അനുഷ്ഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ ചരിത്ര പശ്ചാത്തലവും പ്രവാചക നിർദ്ദേശവും വായിക്കുന്ന സമയത്ത് ഈ കറന്റ് വേൾഡിൽ കറന്റ് സ്റ്റാറ്റസിൽ ഇസ്ലാമിക ഉമ്മത്ത് ജൂത സമൂഹത്തിൽ നിന്ന് വിശിഷ്യ സയൻസ് ജൂത ലോകയിൽ നിന്ന് എത്രമേൽ സാമൂഹികമായും രാഷ്ട്രീയമായും അനുഷ്ഠാനപരമായും ആത്മീയമായും വ്യത്യസ്തരായി നിൽക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഗസയിലെ വംശീയ ഉന്മൂലനത്തിന്റെ UN റിപ്പോർട്ട് ഈ ആഴ്ചയിലാണ് പുറത്തു വന്നത്. അതിൽ ഏകദേശം 70,000-ലധികം ആളുകളെയാണ് സയനിസ്റ്റ് ലോബി കൊന്നുകളഞ്ഞത്. അതിൽ 30% 20,000-ലധികം കുഞ്ഞുങ്ങളായിരുന്നു എന്നാണ്. അവിടെ നടന്നത് നിഷ്പക്ഷ അന്വേഷണം UN റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുള്ളത് അത് ബോധപൂർവമായ എത്നിക് ക്ലൻസിംഗ്, വംശീയ ഉന്മൂലനമാണ് എന്നാണ്. മാത്രമല്ല, പവിത്രമായ ബൈത്തുൽ മഖ്ദിസിലേക്ക് കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ സമൂഹത്തെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പീഡിതമാക്കിക്കൊണ്ടിരിക്കുന്ന, അഭയാർത്ഥികളാക്കി തീർക്കുന്ന, അന്യായ അക്രമ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ജൂത ലോബിയിൽ നിന്ന് എത്രത്തോളം നമ്മൾ വ്യത്യസ്തമായി നിൽക്കണം, അത് ആലോചിക്കേണ്ടതുണ്ട്. ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങളിൽ നിന്ന്, അത് ജൂതരാകട്ടെ, അതേപോലെ തന്നെ ഹൈന്ദവ വിഭാഗമാകട്ടെ, ക്രൈസ്തവ വിഭാഗമാകട്ടെ, ജൈന വിഭാഗമോ ഹിന്ദു വിഭാഗം, ഏത് വിഭാഗമാകട്ടെ, അവരിൽ നിന്നെല്ലാം ഇസ്ലാമിക സമൂഹം എപ്പോഴും അവരുടെ സ്വത്വം അതിന്റെ ക്ലാരിറ്റിയിലും അതിന്റെ പ്യൂരിറ്റിയിലും അതിന്റെ വ്യക്തതയിലും പരിശുദ്ധതയിലും തൗഹീദിൽ അണുവിട വ്യതിചലിക്കാത്ത വിധത്തിൽ കാത്തു സൂക്ഷിക്കണം എന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിലും പെട്ടതാണ്. അതുകൊണ്ടാണ് മുഹറം 10-ന് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു, ഈ മുഹറം 9-ന് നോമ്പനുഷ്ഠിക്കണം. ആചാരപരമായി അനുഷ്ഠാന രംഗത്ത് യഹൂദ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തരായി മാറണം നമ്മൾ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അത് പുതിയ കാലത്ത് പ്രസക്തമാണ്. കാരണം സെക്യുലറിസം, മതേതരത്വം തെളിയിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് ഇസ്ലാമിക ഉമ്മത്ത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ പല മേഖലകളിലായി കൊണ്ടും കൊടുക്കൽ നടത്തി സമരസപ്പെട്ട് സഹിഷ്ണുതയാണ്, സഹവർത്തിത്വമാണ് എന്ന് പറഞ്ഞ് ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്ന സാധ്യതകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയക്കാരായിരുന്നാലും നിലവിളക്ക് വിവാദമായിരുന്നാലും നമ്മുടെ മക്കൾ ക്യാമ്പസുകളിൽ ക്രിസ്തുമസും ഓണവും ആഘോഷിക്കുന്ന വിഷയമായിരുന്നാലും അതിന്റെയെല്ലാം സീമകൾ ലംഘിച്ചുകൊണ്ട് ഒരു തരം മിങ്കിൾ കൾച്ചർ രൂപപ്പെട്ടു വരികയാണ്. അത് രൂപപ്പെടുന്ന സമയത്ത് കുട്ടികൾ ക്യാമ്പസുകളിൽ കോളേജുകളിൽ പലപ്പോഴും പറയാതെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും, ഞങ്ങളുടെ റിലീജിയസ് അതിന്റെ സ്പിരിച്വൽ ആസ്പെക്ട് അനുസരിച്ച് ആദർശ പ്രതിബദ്ധതയോടെ നിഷ്ഠയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകും. ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു സെക്യുലറിസ്റ്റ് സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തേണ്ടി വരുമെന്നാണ്. പക്ഷേ അതിന്റെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ 30-ാം ജുസിൽ സൂറത്തുൽ കാഫിറൂനിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഓരോരുത്തരും അവരവരുടെ ആദർശത്തിലും ആശയത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് മാനവിക മൈത്രീബോധം തെളിയിക്കപ്പെടണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അത് പ്രവാചകൻ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം ഏറ്റെടുത്ത് രാഷ്ട്രീയ രംഗത്തായിരുന്നാലും സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലായിരുന്നാലും അങ്ങനെ അടിയുറച്ച ആദർശം സംരക്ഷിച്ച് മുന്നോട്ട് പോയതിന്റെ പേരിൽ ഇസ്ലാമിക ഉമ്മത്തിനും ആ ഉമ്മത്തിൽ നിന്ന് ഭരണാധികാരികളായി മാറിയവർക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ റോൾ മോഡലുകൾ മാതൃകയായി മാറിയ ചരിത്രമാണ് ഈ ഇന്ത്യൻ മണ്ണിന് പോലും പറയാനുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അതേപോലെ രാമഭക്തനായിരുന്ന ഗാന്ധിജി നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരു മതത്തോടും വിശ്വാസത്തോടും തൽപരനായിരുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. എന്നാൽ തികഞ്ഞ ഇസ്ലാമിക വിശ്വാസി
തർജുമാനുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ വരെ രചിച്ച ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ കുപ്പിയും പൈജാമയും ദൃഷ്ടിയിൽ അദ്ദേഹം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ വിശകലനം ചെയ്ത് പരിഭാഷപ്പെടുത്തണം എന്നുണ്ട് എങ്കിൽ ഒരു പണ്ഡിതൻ, ഒരു മുസ്ലിം എത്രത്തോളം ആഴത്തിൽ ഇസ്ലാമിനോട് കൂറുപുലർത്തണം, ഇസ്ലാമിന്റെ വിവിധ വിഷയങ്ങളിൽ അഗാധമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കണം. അതോടൊപ്പം തന്നെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി മാറിയത്. ഞാൻ അങ്ങനെ എന്റെ രാഷ്ട്രീയമായ സാഫല്യം, എന്റെ രാഷ്ട്രീയമായ സ്ഥാനമാനങ്ങൾ എനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്റെ ദീനീയ നിഷ്ഠ അനുസരിച്ചുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ച് രാമഭക്തനായ ഗാന്ധിജിയുടെ പിന്നിലിരുന്നുകൊണ്ട് റാം റാം എന്ന അവരുടെ ദിക്ർ മൊഴിയേണ്ട അവസ്ഥ അബുൽ കലാം ആസാദിന് വന്നിട്ടില്ല. അതേപോലെ തന്നെ ഗാന്ധിജിക്ക് ഞാൻ അബുൽ കലാം ആസാദിന്റെ മുമ്പിലും നെഹ്റുവിന്റെ മുമ്പിലും ഞാൻ സെക്യുലർ ചിന്താഗതിയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എങ്കിൽ അകന്നു പോകുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നമസ്കാരം നിർവഹിക്കുന്ന അബുൽ കലാം ആസാദിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഗാന്ധിജിക്ക് ഒരൊറ്റ വക്തും ഒരൊറ്റ ദിനവും ഒരൊറ്റ റക്അത്ത് പോലും നമസ്കരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത അനുഷ്ഠാന മുറകൾ മിങ്കിൾ ചെയ്ത് മതേതരത്വം തെളിയിക്കേണ്ട ഗതികൾ ഇന്ത്യൻ മണ്ണിൽ വന്നിട്ടില്ല എന്ന ചരിത്രം നമ്മളും പുതുതലമുറയും ഒക്കെ പുതിയ കാലത്ത് വായിക്കപ്പെടണം. മുഹറം മാസത്തിലെ നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പ്രബലമായ സുന്നത്തായി നിശ്ചയിച്ചതിന്റെ പിന്നിലെ പുതിയ കാലവായനയിൽ ഇതാണ് നോമ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മുഹറം 10 ആശൂറ, ഞാൻ പറഞ്ഞുവല്ലോ എന്തുകൊണ്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് ചോദിച്ചാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ്. Who is Prophet Musa? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ ചരിത്രവും പേരും പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ്. 136 തവണയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേര് 34 അധ്യായങ്ങളിലായി വിശുദ്ധ ഖുർആൻ ചർച്ചക്കെടുത്തിട്ടുള്ളത്. പ്രബോധനവും അതേപോലെ തന്നെ പലായനവും. ഈ മിമ്പറിൽ കഴിഞ്ഞ ഹുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലായനത്തെ കുറിച്ചും അതിന്റെ പാഠങ്ങളെ കുറിച്ചും സംസാരിക്കുകയുണ്ടായി. എല്ലാ പ്രവാചകന്മാരും അതിൽ പലരും ജീവിതത്തിന്റെയും പ്രബോധനത്തിന്റെയും നിർണായക ഘട്ടങ്ങളിൽ പ്രബോധനവും പലായനം ഹിജ്റ നടത്തേണ്ടി വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പലായനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പലായനവും പ്രബോധന ചരിത്രവും ഈജിപ്തിലേക്കുള്ള തിരിച്ചുവരവും ഈജിപ്തിലെ ഫിർഔനോടുള്ള ദഅവത്തും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മവും പിന്നീട് മാതാവ് അദ്ദേഹത്തെ നൈനദിയിൽ ഒഴുക്കിയതും ഒക്കെയാണ് വിശുദ്ധ ഖുർആനിലെ നിരവധി അധ്യായങ്ങളിൽ സവിസ്തരവും സംക്ഷിപ്തവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മോസസ് പ്രവാചകന്റെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിന്റെ കോർ പോയിന്റ് എന്ന് പറയുന്നത് മർദ്ദിത പീഡിത ജനവിഭാഗമായ ബനൂ ഇസ്രായേലിന്റെ വിമോചകനായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് മൂസാ നബിയുടെ ചരിത്രത്തിൽ നിന്ന് പീഡിത സമൂഹങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന പാഠമാണ് വളരെ പ്രധാനമായി നമ്മൾ നേടിയെടുക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ 28-ാം അധ്യായം സൂറത്തുൽ ഖസസ് 2 മുതലുള്ള സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ചരിത്രത്തെക്കുറിച്ച് പ്രവാചകനെ താങ്കൾ അറിയിക്കണം എന്ന നിലക്ക് പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. യത്ലു അലൈക മിൻ നബഇ മൂസാ വ ഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുമിനൂൻ. യത്ലു അലൈക പ്രവാചകനെ ഞാൻ താങ്കൾക്ക് ഓതി കേൾപ്പിച്ചു തരാം. മിൻ നബഇ മൂസാ വ ഫിർഔൻ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഫിർഔനും തമ്മിലുള്ള ചരിത്ര പാഠങ്ങൾ, വൃത്താന്തങ്ങൾ, വാർത്തകൾ ബിൽ ഹഖ്, അതിന്റെ ഹഖിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ ലിഖൗമി യുമിനൂൻ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്ന ജനതക്ക് എക്കാലം ആ ചരിത്രത്തിൽ പാഠമുണ്ട് എന്നാണ്. എന്താണ് ഫിർഔൻ ചെയ്തത്? റാംസസ് രണ്ടാമൻ അറിയപ്പെട്ട ഫറോമാരിൽ റാംസസ് രണ്ടാമൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിതനാകുന്ന ആ കാലത്ത് ആ സമൂഹത്തിൽ എന്താണ് ചെയ്തത്? ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഭൂമിയിലെ ഫിർഔൻ തന്റെ ഔദ്ധിത്യം, തന്റെ ആഢ്യത്വം, തന്റെ അഹങ്കാരം, തന്റെ കിബർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വജഅല അഹ്ലഹാ ശിയഅൻ, എന്നിട്ട് തന്റെ സമൂഹത്തെ, തന്റെ പ്രജകളെ പല വിഭാഗങ്ങളാക്കി തീർക്കുകയാണ്. യസ്തദഇഫു ത്വായിഫതൻ മിൻഹും, എന്നിട്ട് അവരിൽ നിന്ന് ഒരു വിഭാഗത്തെ എടുക്കുകയാണ്. യുദബ്ബിഹു അബ്നാഹു, അവരിലെ ആൺകുട്ടികളെ, ആണുങ്ങളെ, പുരുഷന്മാരെ അതുപോലെ ചെയ്യുകയാണ്.
വയസ്തഹീ നിസാഉ, അവരെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയാണ്. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, തീർച്ചയായും ഫിർഔൻ കുഴപ്പക്കാരൻ അതിക്രമകാരികളിൽ പെട്ടവനായിരുന്നു എന്ന് ഈ ആയത്ത്. ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണീയരായ ആളുകളെ ജാതിയുടെയും മതത്തിന്റെയും വംശത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ടുള്ള വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഫിർഔൻ നടത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വയുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർളി, അല്ലാഹു ആഗ്രഹിക്കുന്നത് എല്ലാ കാലത്തും അങ്ങനെ മർദ്ദക ഭരണകൂടങ്ങൾക്ക്, മർദ്ദകരായ ആളുകളെ പീഡിപ്പിക്കുന്നവർക്ക്, അവർ ഏത് കാലത്താകട്ടെ, കാലാകാലം തങ്ങളുടെ യാംഗീ ഭരണാധികാരം, തങ്ങളുടെ സയൻസ് അധിനിവേശം, തങ്ങളുടെ സ്വാർത്ഥ സാമ്പത്തിക താല്പര്യങ്ങൾ, ഭൂവിശാല പ്രവിശാലമാക്കുന്ന താല്പര്യങ്ങൾ, ഇത്തരത്തിലുള്ളതുമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന തത്വം നടപ്പിലാക്കി അധികാരം എക്കാലം നിലനിർത്താമെന്ന് ആഗ്രഹിക്കുകയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയില്ല. അല്ലാഹു പീഡിതരുടെ കൂടെയാണ്, അല്ലാഹു നീതിയുടെ കൂടെയാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു, വനുരീദു, നാം ആഗ്രഹിക്കുന്നത്, നാം ഉദ്ദേശിക്കുന്നത്, അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു, ആരാണ് ഒരു നാട്ടിൽ ദുർബലരായി തീരുന്നതെങ്കിൽ, പീഡിതരായി തീരുന്നതെങ്കിൽ, വയജ്അലഹും അയ്മ, അവരിൽ നിന്ന് നാം നേതാക്കന്മാരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നാടിന്റെ പ്രദേശത്തിന്റെ രാജ്യത്തിന്റെ പ്രവിശ്യയുടെ ഒക്കെ പ്രതിനിധാനം നിർവഹിക്കുന്നവരായി അതിന്റെ പിൻഗാമികളും അനന്തരാവകാശികളുമായി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ നാം മാറ്റി തീർക്കും. ദുർബല പീഡിത വിഭാഗങ്ങളെ നാം അതിനു വേണ്ടി സജ്ജമാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതും ഫറോവയുടെ മുന്നിത്താഴലിൽ സർവ്വ അധികാര മുന്നിലെയും പടച്ചറവ് വീഴ്ത്തിക്കളയത് വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകളിലൂടെ മൂസാ നബിയുടെ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഫറോവയും തമ്മിലുള്ള പാഠാണ്. ഇനി അതിൽ നിന്ന് മറ്റൊരു പാഠം, പ്രബോധകർക്ക് പ്രബോധന രീതിയിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ മെസ്സേജാണ്. ഏത് രൂപത്തിലാണ് പ്രബോധനത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പ്രബോധന സമൂഹത്തിൽ ആരാകട്ടെ, ആരോടാകട്ടെ സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധന പ്രവർത്തനത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിൽ അല്ലാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ഫറോവയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആ സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഖുത്ബയിൽ എപ്പോഴും പ്രാർത്ഥനയായി പങ്കുവെക്കുന്ന ആയത്തുകൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. മൂസാ നബി പ്രാർത്ഥിച്ചു എന്നാണ്, റബ്ബി ഇശ്റഹ് ലി സദ്രി, എന്റെ ഹൃദയത്തിന് വിശാലത നൽകണമേ എന്നാണ്. പ്രബോധകർക്കും പ്രവാസികർക്കും ഈ ദീനിന്റെ ദഅവത്ത് നിർവഹിക്കുന്നവർക്കും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ് പ്രബോധന സമൂഹത്തിൽ. ഏത് സംഘടനയാകട്ടെ, ഏത് പ്രസ്ഥാനമാകട്ടെ, ഒന്നില്ലാത്തവരാകട്ടെ, ഈ ഹക്ക്, ഈ സത്യം, ഈ യാഥാർത്ഥ്യം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഹൃദയവിശാലതയോടെ സംവേദനക്ഷമത ഏറ്റവും നല്ല രൂപത്തിൽ ആക്കി തീർക്കുക എന്നത് പ്രബോധന ധർമ്മത്തിന്റെ മർമ്മമാണ് എന്ന് മനസ്സിലാക്കണം. റബ്ബി ഇശ്റഹ് ലി സദ്രി, എന്റെ ഹൃദയത്തിന് വിശാലത നൽകണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത വലിയ റഹ്മത്തും അതാണ്. വിശുദ്ധ ഖുർആനിലെ 30-ാം ജുസ്ഇലെ സൂറത്തുൽ ശറഹ് അധ്യായത്തിന്റെ ആദ്യ സൂക്തത്തിൽ അലം നശ്റഹ് ലക സദ്റക, പ്രവാചകനെ താങ്കളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ എന്നാണ്. അപ്പോൾ ഹൃദയ വിശാലതയോട് കൂടിയായിരിക്കണം പ്രബോധന പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത് എന്നതാണ്. മാത്രവുമല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ നാസിയാത്തിൽ, ഫദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഇനി ഫിർഔന്റെ അടുത്തേക്ക് പോകണം. കാരണം അവൻ എല്ലാ പരിധിയും എല്ലാ സീമയും ലംഘിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരൻ ഹാറൂൻ നബിയെ സഹായിയായി നിശ്ചയിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പ്രബോധനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക നിർദ്ദേശവും കൊടുക്കുകയാണ്. ഫിർഔനാണ്, അഹങ്കാരിയാണ്, പരരൂപത്തിലാണ്, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന മനുഷ്യനാണ്. എങ്കിലും നിങ്ങൾ പ്രവാചകന്മാരാണ്, നിങ്ങൾ പ്രബോധനം നിർവഹിക്കുന്നവരാണ്, നിങ്ങൾ ഈ ദീനിനെ കുറിച്ച് സംസാരിക്കുന്നവരാണ്, നിങ്ങൾ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നവരാണ്. അവരുടെ ശൈലി ഉചിതമായിരിക്കണം. അതുകൊണ്ട് അല്ലാഹുവോട് പറയാം, ഫഖൂലാ, നിങ്ങൾ രണ്ടുപേരും പറയേണ്ടത്, ലഹു, അവനോട്, ഫിർഔനിനോട്, ഖൗലൻ ലയ്യിന, ആർദ്രമായ
മൃദുത്വമുള്ള, മനസ്സിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ള രൂപത്തിലായിരിക്കണം നിങ്ങൾ സംവാദവും അതേപോലെ സംസാരവും സതുപദേശവും തൗഹീദി ബോധനവും നടത്തേണ്ടത് എന്നാണ്. ഇതൊക്കെ ഖുർആനിൽ കാണുവാൻ കഴിയും. ഈ രൂപത്തിലുള്ള പ്രബോധന കൾച്ചർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ഇസ്ലാമിക ഉമ്മത്തും പ്രബോധന സംഘങ്ങളും നേടിയെടുക്കേണ്ടതുണ്ട്. മൂസ, നിങ്ങൾ ഈ രണ്ടുപേരും പരിചയപ്പെടുത്തി നിങ്ങളുടെ ഈ റബ്ബുണ്ടല്ലോ, ആരാണ് ആ റബ്ബ് എന്ന് പറയുന്നത്? ആ സമയത്ത് മൂസാ നബി പ്രതികരിക്കുകയാണ്, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന റബ്ബ് ഏതെങ്കിലും ബിംബങ്ങളല്ല, ആന്തരിക സംസ്കാരമല്ല, മരിച്ചു പോകുന്നവരല്ല, മരണമില്ലാത്ത, മയക്കമില്ലാത്ത, മറവിയില്ലാത്ത സർവ്വലോക പരിപാലകനായ പടച്ചറബിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഓരോ ജീവജാലങ്ങളെയും സജീവനവും അജീവനവുമായ വസ്തുവകകളെയും ജൈവവർഗത്തെയും സൃഷ്ടിക്കുകയും അതിൻ്റെതായ പ്രകൃതം കൊടുക്കുകയും ചെയ്ത റബ്ബാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. ആ സമയത്ത് വീണ്ടും ഫറവ ചോദിക്കുന്നുണ്ട്, എങ്കിൽ ഈ റബ്ബിൽ വിശ്വസിക്കാത്ത, ഇത്തരം സന്ദേശം ലഭിക്കാത്ത മറ്റുള്ളവരുടെ മുമ്പ് ജീവിച്ചു മരിച്ചു പോയവരുടെ അവസ്ഥ എന്താണ് എന്ന് അതും പലപ്പോഴും ചോദിക്കാറുണ്ട്. അവിടെയും മൂസാ നബിയുടെ പ്രതികരണം, അവരെ കുറിച്ച് നീ പ്രയാസപ്പെടണ്ട, അവരെ കുറിച്ചുള്ള അറിവൊക്കെ എന്റെ റബ്ബിന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്, എന്റെ റബ്ബിനെ പിഴക്കുകയില്ല, മറന്നു പോകുകയുമില്ല. നീ ഈ വിഷയം നീ ജീവിച്ചിരിക്കുകയാണ്, പ്രവാചകന്മാരായി ഞങ്ങൾ നിന്റെ മുമ്പിലുണ്ട്, നീ ഇത് അംഗീകരിക്കണം, അതാണ് സംസ്കരണ പാത എന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനം ഏറ്റവും ഹൃദ്യമായി സംഭരിക്കുന്ന നടത്തുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകൻ ഇങ്ങനെയുള്ള പാഠങ്ങൾ. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് പലായനം ചെയ്തു വരുന്ന ഒരു ഘട്ടം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മദിയനിലെത്തി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു കിണറുണ്ട്, അഥവാ വെള്ളമെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ആളുകൾ കൂടി വെള്ളമെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 28-ാം അധ്യായം സൂറത്തുൽ ഖസസ് 23-ാം സൂക്തം, മദിയനിലെ ജലസ്രോതസ്സിന്റെ സമീപത്ത് അദ്ദേഹം എത്തി. അങ്ങനെ അദ്ദേഹം അതിന്റെ സമീപത്ത് ഇരുന്നു. ആ ഇരുന്ന സമയത്ത് ആളുകളൊക്കെ വെള്ളമെടുക്കുന്നുണ്ട്. രണ്ട് പെൺകുട്ടികൾ കുറച്ച് അകലം പാലിച്ച് മാറി നിൽക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ചെറുപ്പക്കാരൻ അവരെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചവരോട് ചോദിക്കാൻ, നിങ്ങൾ എന്താണ് കുറെ നേരമായല്ലോ ഇവിടെ നിൽക്കുന്നത് എന്ന് ആ സമയത്ത് പറയുകയാണ്. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ അവസാനത്തിൽ ഖുർആൻ ഒരു പ്രയോഗം പ്രയോഗിച്ചു, ഞങ്ങളുടെ പിതാവ് പ്രായം ചെന്ന പിതാവാണ്, പ്രായം ചെന്ന വാപ്പയാണ് ഞങ്ങൾക്കുള്ളത് എന്ന്. ഇവിടെ ആണുങ്ങളും ബാക്കിയുള്ളവരും എല്ലാ സൗകര്യമുള്ളവരും ശക്തരമായിട്ടുള്ളവരൊക്കെ ഇടപെട്ട് വെള്ളമെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ പിതാവിന്റെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് ആർക്കും വന്നുകൊണ്ട് ഈ വെള്ളം കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്ന അർത്ഥത്തിൽ, സാധ്യമല്ല എന്ന അർത്ഥത്തിൽ ആ രണ്ട് പെൺകുട്ടികൾ പറയാൻ. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെടുകയാണ്. അവിടെ ഇടപെട്ടുകൊണ്ട് അങ്ങനെയാണ് ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു വിശ്വാസി, സാമൂഹ്യ ബോധമുള്ള ഒരു കാര്യം അതിന്റെ സാഹചര്യം മനസ്സിലാക്കി ഇടപെടാൻ സാധിക്കുന്നവരായിരിക്കണം എന്ന പാഠം കൂടിയുണ്ട്. മാത്രമല്ല 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 26-ാമത്തെ ആയത്തെത്തുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശേഷണം വിശുദ്ധ ഖുർആൻ നൽകിയപ്പോൾ അദ്ദേഹം അൽ ഖവിയുൽ അമീൻ, അൽ ഖവിയുൽ അമീൻ, അദ്ദേഹം കവി ശക്തനുമായിരുന്നു, അൽ അമീൻ വിശ്വസ്തനുമായിരുന്നു എന്നാണ്. പലരും ശക്തരാണ്, ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെ ശക്തരാണ്. പക്ഷേ ശക്തരാകുന്നു എന്നതിനുപരിയായിക്കൊണ്ട് ആ ശക്തി പലപ്പോഴും അന്യായത്തിനുള്ള അതിക്രമത്തിന്റെ പല അധാർമികതകൾക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു സമൂഹത്തിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു മഹലിന്റെ, ഒരു സമുദായത്തിന്റെ യൗവനം ചെറുപ്പം ശക്തമായിരിക്കുന്നതിന്റെ കൂടെ അമീൻ വിശ്വസ്തവുമായിരിക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന പ്രതീക്ഷ എത്രത്തോളമായിരിക്കുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടു, അവരെ സഹായിച്ചു, വെള്ളം നൽകി, അവർ തിരിച്ചുപോയി എന്നാണ്. ഇടപെടൽ നടത്തുകയാണ്. ശൈഖുൽ കബീർ പ്രായം ചെന്ന ഉപ്പയാണെന്ന് പറഞ്ഞപ്പോൾ പ്രായം ചെന്നവരുടെ വിഷയത്തിലുള്ള ഇടപെടൽ കൂടിയാണ് വരികൾക്കിടയിൽ വായിക്കുവാൻ കഴിയും. പ്രായം ചെന്നവരുടെ വിഷയം പ്രത്യേകം റെസ്പെക്ട് ചെയ്യണമെന്നാണ്. ആരായിരുന്നു ആ പ്രായം ചെന്ന മനുഷ്യൻ? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് ചോദിച്ചു, പെട്ടെന്ന് നിങ്ങൾ സാധാരണ വരുന്നതിലും നേരത്തെ വെള്ളവുമായി എത്തിയിട്ടുണ്ടല്ലോ എന്ന്. നിങ്ങളൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അടുത്ത വിശുദ്ധ ഖുർആൻ മനോഹരമായ ആയത്തുകളിലൂടെ നമ്മുടെ കണ്ണും കൽബും ചിന്തിപ്പിക്കുന്ന വിധത്തിൽ അറിയിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിയുടെ അടുത്തേക്ക് തിരിച്ച് അവരിൽ ഒരാൾ വിടുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഫജാഅതുഹു യഹ്ലാഹുമാ തംശി
വല്ലാത്തൊരു പ്രയോഗം നടത്തിയത്. ആ പിതാവിന്റെ നിർദ്ദേശപ്രകാരം, കൽപ്പന പ്രകാരം ഒരു മകൾ അവരിൽ നിന്ന് ഒരാള് മൂസാ നബിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ബാപ്പ നമ്മളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിന്റെ ബാപ്പ എന്തോ പ്രതിഫലം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ആ വരവിനെ കുറിച്ചും നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കൾ ആലോചിക്കണം, മാതാക്കൾ ആലോചിക്കണം, പുതിയ കാല യുവതികൾ ആലോചിക്കണം. ഒരു പെണ്ണിന്റെ പൈതൃകം, ഒരു പെണ്ണിന്റെ കുലീനത, ഒരു പെണ്ണിനുണ്ടായിരിക്കേണ്ട ലജ്ജാ സ്വഭാവം, അവരുടെ വരവിനെ കുറിച്ച് പറഞ്ഞത് ശുഐബ് നബിയുടെ ശിക്ഷണത്തിൽ വളർന്ന ആ രണ്ട് പെൺകുട്ടികൾ, ഒരു പെൺകുട്ടി അന്യപുരുഷനായ മൂസാ നബിയിലേക്ക്, മൂസാ നബിയുടെ സമീപത്തേക്ക് തിരിച്ചു വന്ന് പിതാവ് പറഞ്ഞ കാര്യം പറയുന്ന സമയത്ത് അതിന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് എല്ലാ കുലീനതയോടെയും, എല്ലാ ലജ്ജയോടെയും, കുറവോടെയും, മാന്യതയോടെയും, മൊറാലിറ്റിയോടെയും, മോഡസ്റ്റിയോടെയും, സഭ്യതയോടെയും പരപുരുഷ ബന്ധമുണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്കിൽ ആ ബന്ധം കൃത്യമായി സൂക്ഷ്മത പാലിച്ചുള്ള ആ വരവ് ആലോചിതമായി നമ്മുടെ രക്ഷാകർത്തൃ കുടുംബ തസ്കിയ ഉത്ബോധന മേഖലകളിൽ പഠിച്ചു പകർത്തേണ്ട പാഠം കൂടിയുണ്ട്. ഇങ്ങനെ ഭിന്നമുഖ പാഠങ്ങളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വലിയ പ്രവാചകനിലൂടെ ഈ മാസത്തിൽ നമ്മൾ നേടിയെടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله الذي أنعمنا وأسعدنا بهداية الإسلام، وهو الذي وحدنا على كلمة التوحيد والإسلام، وهو الذي أكرمنا بالقرآن الكريم، والصلاة والسلام على رسوله الأمين الكريم. സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരമകാരുണ്യനായ പടച്ചറബിന്റെ ദീനീ വിധികൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ആത്മാർത്ഥമായി ആത്മസംസ്കരണം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന, വിധേയപ്പെടുന്ന വിശ്വാസികളെ ഉൾപ്പെടണം എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ലഹരിയെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ പുതിയ സർക്കാരിന്റെ നേതൃത്വത്തിൽ എസ്പെഷ്യലി ആഭ്യന്തര വകുപ്പ് വലിയ പോരാട്ടം ലഹരിക്കെതിരെ തൂഫാൻ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുടുംബവും, അതേപോലെ തന്നെ മഹല്ല്, നമ്മുടെ സമുദായം, സംഘടനകൾ, അതേപോലെ തന്നെ ക്ലബ്ബുകൾ, യുവജന കൂട്ടായ്മകൾ, കുടുംബ കൂട്ടായ്മകൾ, എല്ലാ സംരംഭങ്ങളും അതിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. എന്നിട്ട് ഉറവിടങ്ങളിൽ തന്നെ അതിന്റെ കാരിയേഴ്സും ഉറവിടങ്ങളെയും കംപ്ലീറ്റ് പഴുതടച്ച് ലോക്ക് ചെയ്യുന്ന, പ്രതിരോധിക്കുന്ന പ്രവർത്തനം നിർവഹിക്കാൻ അന്വേഷണ ഏജൻസികൾക്കും അധികാരവർഗത്തിനും മാത്രമേ സാധിക്കൂ. അപ്പൊ വലിയൊരു പ്ലസ് വന്നിരിക്കുകയാണ്. അധികാരവർഗം, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിശക്തമായി ഇടപെടൽ നടത്തുന്ന സമയത്ത് നമ്മളും അതിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായി തീരുക. അതേപോലെ തന്നെ അവയർനെസ്, കൃത്യമായ ബോധവൽക്കരണം കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പണ്ടത്തെ പോലെയല്ല ലഹരി. പണ്ടൊക്കെ തന്നെ ബീഡി വലിക്കുക, അതായത് മദ്യം കുടിക്കുക എന്നതായിരുന്നു എങ്കിൽ ഇതൊക്കെ വിട്ട് സിന്തറ്റിക് ലഹരിയിലേക്ക് എത്തി. സിന്തറ്റിക് ലഹരിയിലേക്ക് കുട്ടികൾ MD ആണെന്നൊക്കെ പറഞ്ഞു. എന്നെ കമ്പനി MD എന്ന് പറഞ്ഞ അഭിമാനം. BA കഴിയുമ്പോൾ മോളിങ്ങനെ MA പഠിക്കുകയാണ്, അല്ലെങ്കിൽ മോന് MA പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒക്കെ അഭിമാനം. ഇപ്പൊ കുട്ടികൾ 2 കോഴ്സും കൂടി 8 വർഷവും 8 മാസവും 8 ദിവസവും 8 രാവിലെ 8 ആഘോഷത്തിലും ചെയ്തുകൊണ്ടിരിക്കുക. MD അല്ലെ, ഒറ്റ കോഴ്സ് ചെയ്തുകൊണ്ട് 1 മാസം കൊണ്ട് പഠനം നല്ലതാക്കുക. പിറ്റത്തെ മാസത്തോടു കൂടി കുടുംബം നഷ്ടപ്പെടുക. 4-5 മാസം പിന്നിടുമ്പോഴേക്ക് ആരോഗ്യം ക്ഷയിച്ച് പിന്നെ കംപ്ലീറ്റ് ഈ ലോകത്തോട് തന്നെ വിട പറയാം. പണ്ടൊക്കെ ഏതെങ്കിലും വീട് വലിച്ച ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് സിന്തറ്റിക് ലഹരികൾ, LSD സ്റ്റാമ്പുകളും MDMA-കളും മാരകമായ ലഹരികളും ഒരൊറ്റ തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരവില്ലാത്ത രൂപത്തിൽ എല്ലാം നഷ്ടപ്പെടും. മക്കൾ പ്രത്യേകം ആലോചിക്കണം. ഓരോരുത്തർ അതിന് അകപ്പെട്ടത്. ആഘോഷത്തിന്റെ സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ സീനിയർ സ്റ്റുഡൻസ് മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് കൂട്ടം കൂടി എന്തോ ചെയ്യും. ഞാൻ അവിടേക്ക് പോയതായി ഞാൻ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയാം. ചാനലുകൾ അവർക്ക് എങ്ങനെ എത്തിപ്പെട്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൊ അവരെ എനിക്കെടുത്ത് വലിക്കാൻ തന്നു. കഞ്ചാവ് കലർത്തിയ ബീഡി വലിക്കാൻ കൊടുത്തു. കഞ്ചാവ് അത് വലിച്ച പിന്നെ അതിനോട് വല്ലാത്തതാണ്. പിന്നെ അത് വലിച്ച് പിന്നെ ഒന്നുമല്ലാതെ മാറാൻ പറ്റാത്ത അവസ്ഥയാണ്. വൈറ്റ് പദാർത്ഥം, പഞ്ചസാര കഷ്ണത്തിന് സമാനമായ MDMA, ഒരു മുട്ടുസൂചിയുടെ തലപ്പ് കൊണ്ട് MDMA പദാർത്ഥത്തിൽ കുത്തി ഒരു മുട്ടുസൂചിയുടെ പിന്നിന്റെ അറ്റത്ത് അള്ളിപ്പിടിച്ച അത്രയും അളവ് മാത്രം അകത്താക്കി കഴിഞ്ഞാൽ
പിന്നെ ഒന്നുമല്ലാതാണ്. ആകാശത്താണ് ഭൂമിയിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതൊക്കെ കുട്ടികൾ അവരുടെ ടൂറുകളിൽ, ക്യാമ്പസ്, കലാലയ ആഘോഷ മേഖലകളിൽ, പല മേഖലകളിൽ ഊർജ്ജ നിശ്ചിത മണിക്കൂറുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ യൗവനം, നമ്മുടെ കൗമാരം, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽപ്പക്കം സുരക്ഷിതമായിരിക്കണം. ഒരു കുടുംബത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനിയൻ ആരെങ്കിലും ലഹരിയിൽപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്റെ പങ്കളുടെ വിവാഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക. നിങ്ങളൊക്കെ ജീവന് പിന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ അനിയത്തിമാരുണ്ടാവും, ഇത്താത്തമാരുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ വിവാഹം മുടങ്ങാൻ പിന്നീട് കാലാകാലം കുടുംബത്തിലേക്ക്, നല്ല കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹാലോചന ലഭിക്കാൻ പറ്റാത്ത രൂപത്തിൽ മാത്രമേ പല വിഷയങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. വിവാഹം വലിയ വിഷയത്തെ കൊണ്ട് വഴിവാക്കൽ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഏതായാലും അതിലൊക്കെ വലിയൊരു കടമ്പ, ഒരു പ്രതിബന്ധമായി മാറും. അത് ലഹരിയിൽ പിടിക്കപ്പെട്ടതാണ്. ലഹരിയിൽ പിടിക്കപ്പെട്ട കുടുംബമാണ്. ഒരു ജ്യേഷ്ഠന്റെ ചെറിയൊരു കഞ്ചാവ് കടത്തിന്റെ കേസിലെ പ്രതിയാണ്. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളടക്കം ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇസ്ലാമിക ഉമ്മത്താണ് മനസ്സിലാക്കണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആത്മീയത, നമ്മുടെ പഠനം, നമ്മുടെ കുടുംബം സർവ്വതിനെയും നശിപ്പിക്കുന്ന മാരകമായ ലഹരിയിൽ നിന്ന് പാടെ മാറി നിൽക്കുക. അത് മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുക. ആരെങ്കിലും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുക. ആരെങ്കിലും അതിലേക്ക് അടുക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ ഇതിന്റെ ഗൗരവം അവരെ ഉണർത്തേണ്ടതുണ്ട്. ഒരു ലഹരി ബാധിച്ച് അഡിക്റ്റായ ഒരുത്തൻ ഒരു കുടുംബത്തിലുണ്ട് എങ്കിൽ ആ വീട്ടില് രാത്രി 2 മണിക്കും 12 മണിക്കും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പേടിയാ. പാപ്പാക്കും ഉമ്മാക്കൊക്കെ പേടിയാ. നമ്മളൊക്കെ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അറിയാം. വിളിച്ചു ചോദിക്കുക, ഒരു ബന്ധുവിന്റെ അകന്ന ബന്ധു അവനെ ജയിലിലാക്കാൻ പറ്റുമോ? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് അവന് ജയിലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ബന്ധം വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ജയിലിലെങ്ങനെ ആക്കണം? അതെല്ലാം നിവർത്തിയില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാൻ. അങ്ങനെ ആക്കിയാലേ ഇനി കുട്ടികൾ, മറ്റുള്ള കുട്ടികൾ നശിക്കാതിരിക്കൂ. ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ലഹരിക്ക് അഡിക്റ്റായ ഒരുത്തൻ രാത്രി എഴുന്നേറ്റാൽ ആ എഴുന്നേൽക്കുന്നത് ടോയ്ലറ്റിൽ പോകാനാണോ, അടുക്കളയിൽ കയറി വെള്ളം കുടിക്കാനാണോ, അതിന്റെ അടുക്കളയിൽ കത്തിയെടുക്കാനാണോ, എന്തിനാണ് എന്ന് വല്ലാത്ത ആശങ്കയുടെ ആകാംക്ഷയായിരിക്കും ലഹരി ബാധിത കുടുംബത്തിനുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രക്തബന്ധത്തിൽപ്പെട്ടവരെ അടക്കം ഒരു കുടുംബത്തിലെ 5 പേരെയാണ് വിത്തിൻ 10 hours 10 മണിക്കൂറിനകം 5 ആളെ കൊന്നു തള്ളി. കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചാൽ പോലും ഒരു ദിവസം നിശ്ചിത ടൈമിനകം ഇത്രയും ആളുകളെ കൊണ്ടുതരും എങ്കിൽ അഫാൻ എന്ന് പറയുന്ന കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. 43-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 103-ാം സൂക്തം. അതേ അധ്യായം 110-ാം സൂക്തങ്ങളിൽ ഈ ഉമ്മത്തിന്റെ ക്വാളിറ്റി, ഈ ഉമ്മത്തിന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും ഉത്തരവാദിത്തത്തെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്തിലെ ഒരു അംഗമായ അഫാനാണ് സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്, സ്വന്തം അനിയനെ കൊന്നത്, സ്വന്തം മൂത്തമാനെ കൊന്നത്, അതിനെ സ്വന്തം ഇളയമാനെ കൊന്നു കളഞ്ഞത്. പാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ ഖബർസ്ഥാനിലേക്ക് പോകുക, ഒറ്റവരുടെ ഇടപ്പുറപ്പുകളുടെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് പോയി കാണേണ്ടി വരും. മയ്യത്ത് മീൻസ് കബറടക്കം ചെയ്ത് കാണാൻ പോകുക. തന്റെ ഭാര്യയെ കാണേണ്ടത് അകലം പാലിച്ചുകൊണ്ട് സ്വന്തം മകൻ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഉമ്മയെ കാണാൻ, ആ ഭാര്യയെ കാണാൻ, ആ ഭാര്യ ചോദിക്കാണ്, എന്താ ചെറിയ മോൻക്കെന്തേ പറ്റിയെന്ന്. ആ പിതാവിന് പറയാൻ കഴിയോ? ജ്യേഷ്ഠന് കാക്കുന്ന മൂത്ത മോനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന്. ഇതാണ് മാരക ലഹരി. ഇതാണ് ലഹരി എന്ന് പറഞ്ഞാൽ. കുടുംബരംഗങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഡിസോർഡറുകൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തിന്മകൾ വളരെ വേഗത്തിൽ കടന്നു വരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് മക്കളിൽ, നമ്മളിൽ, രക്ഷിതാക്കളിൽ, കുടുംബ സംവിധാനങ്ങളിൽ എങ്ങനെയൊക്കെ രക്ഷാകർതൃത്വം നിർവഹിക്കണം, ഇത്തരത്തിലുള്ള ഇരുട്ടുകൾക്കെതിരെ പ്രതിരോധം നിർവഹിക്കണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സംഘടിതമായി ഇറങ്ങിത്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ രൂപത്തിൽ കുൻതും ഖൈറ ഉമ്മ എന്ന് വിശേഷിപ്പിച്ച ഉമ്മത്താണ് എന്ന ബോധ്യമുണ്ടാകണം. അല്ലാഹു നമ്മെ അത്തരം തിന്മകൾക്കെതിരെ, അനാശാസ്യ അധർമ്മങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ, ശബ്ദം ഉയർത്താൻ, അത്തരം തിന്മകളിൽ നിന്ന് മാറുന്നതുകൊണ്ട് മാതൃകാധന്യമായ പ്രതീക്ഷാ നിർഭരമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. സർവ്വ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സാവാത കർമ്മണ മാറി നിൽക്കാനുള്ള തൗഹീദി ബോധവും ദൈവസ്മരണയും നമസ്കാരത്തിലെ നിഷ്ഠയും ഈ ബോധവും നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും ഒക്കെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുവേ, രോഗികളായ ആളുകൾ വളരെ പ്രയാസപ്പെടുന്നു
ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞവർ അവർക്കെല്ലാം നീ ശമനം നൽകണമേ നാഥ. അവരുടെ ചികിത്സ നീ ഫലപ്രദമാക്കി തീർക്കണമേ നാഥ. മരണപ്പെട്ടവർ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ വേണ്ടപ്പെട്ടവരെ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ജന്മനാട്ടിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നവർ വിവിധ വിഭാഗങ്ങൾ അതിജീവനം നൽകണമേ നാഥ. അല്ലാഹുവേ, മൂസാ നബിയുടെ ചരിത്രവും അവർക്കും നിങ്ങൾക്കുമൊക്കെ പ്രതീക്ഷയാക്കി തീർക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും നീ സഫലമാക്കി തരണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.